പറഞ്ഞ് വീട്ടിലെത്തിയാൽ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഇത്ര പെട്ടെന്ന് ഇവർ ഇത്രയും ഐറ്റംസ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. ഞാൻ നന്നായിട്ടുള്ള കോളൊക്കെ കഴിഞ്ഞ് വന്നപ്പം ഇവിടെ ഒരു സൈഡിൽ ചോറ്, ഒരു സൈഡിൽ സാമ്പാർ, മറ്റേ സൈഡിൽ പഫ്സ്, അങ്ങനെ ഒരു ബഹളം. ഇവർ 4-5 വർഷമായിട്ട് ഈ 2 ഫാമിലീസ് ഒരുമിച്ചാണ് താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ വർഷങ്ങളായിട്ട് നോമ്പ് എടുക്കാറുണ്ട്, ഒരുമിച്ച് നോമ്പ് മുറിക്കാറുണ്ട്. പിന്നെ ഈ ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ സ്പീഡ് അത് കണ്ട് ഞാൻ ശരിക്കും വണ്ടർ അടിച്ചു. അതായത് തോരനുള്ള സാധനങ്ങൾ അവിടെ ഓരോന്നിനും എക്സ്പ്ലനേഷൻ ഒക്കെ തരുന്നുണ്ടായിരുന്നു. ഞാനും പറ്റുന്ന പോലെ കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവരെന്നോട് പറഞ്ഞു, ഈ വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും ഇടുന്നതിൽ ഫോക്കസ് ചെയ്താൽ മതി, ഇതൊക്കെ വരണം, ഈ ഷോട്ട് ഇങ്ങനെ എടുക്കണം അങ്ങനെ എടുക്കണം എന്നൊക്കെ പറയും. കുറേ ഐഡിയാസ് ഒക്കെ തന്നു. പിന്നെ എന്നെ കളിയാക്കുന്നുണ്ടായിരുന്നു, ഇതൊന്നും ഒരിക്കലും പുറത്ത് വരാൻ പോകുന്നില്ല എന്ന് അറിയാമെന്നൊക്കെ. അപ്പോഴേ ഞാൻ പറഞ്ഞത് എന്തായാലും ഞാൻ എന്തെങ്കിലും എഡിറ്റ് ചെയ്തിടും. പറഞ്ഞതുപോലെ ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇതൊക്കെ ഇടാൻ പറ്റിയത് എനിക്ക് സന്തോഷമുണ്ട്. ദ പഫ്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇവർ പ്രൊഫഷണൽ ബേക്കേഴ്സ് കൂടിയാണ്. അവർക്കൊരു ഹോം ബേസ്ഡ് ബേക്കിംഗ് ഷോപ്പൊക്കെ ഉണ്ട്. നിങ്ങൾ ലണ്ടൻ സൈഡിലുള്ളവരാണെങ്കിൽ ട്രൈ ചെയ്യുക. പിന്നെ ഇടയ്ക്ക് മോന് ഭക്ഷണം കൊടുക്കുന്നുണ്ടായിരുന്നു. അത് പഴംപൊരി, ഇതൊക്കെ ഞാൻ കണ്ടത് പോലുമില്ല കേട്ടോ. വീഡിയോ എടുത്ത് എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷേ എല്ലാം വളരെ പെട്ടെന്ന് തന്നപ്പോൾ ഇതാണ് വിഭവസമൃദ്ധമായ ഞങ്ങളുടെ മേശ. ചോറ്, സാമ്പാർ, തോരൻ, 2 ടൈപ്പ് ഫിഷ് ഫ്രൈയും പിന്നെ പഫ്സും പഴംപൊരിയും എല്ലാം ആയിട്ട് എല്ലാവരും കൂടെ റമസ്കയും ഷിഫയും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ഫുഡ് കഴിച്ചു. വിഷ്ണു അപ്പോൾ എത്തിയിരുന്നു. വിഷ്ണു ഒരു വർക്കിന് പോയിക്കായിരുന്നു. ഞാൻ കുറച്ച് തൈരും അച്ചാറും കൂടെ വളരെ പെട്ടെന്നായിരുന്നു എൻ്റെ പ്ലേറ്റ് ഇത്രയും കാലിയത്. പിന്നെ ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കുന്ന ഒരു ശീലമുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഞാനും ചായ കുടിച്ച് എൻജോയ് ചെയ്തു. അപ്പോൾ അത്രേ ഉള്ളൂ.